കോഴിക്കോട് പാച്ചാക്കലിൽ ദേശീയപാത പ്രവൃത്തിയുടെ മറവിൽ തണ്ണീർത്തടം നികത്തുന്നതിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തം. പ്രതിഷേധത്തെ തുടർന്ന് മണ്ണ് മാറ്റാനുള്ള ഡെപ്യൂട്ടി തഹസിൽദാരുടെ നിർദ്ദേശത്തെ തുടർന്ന് പ്രദേശത്ത് മണ്ണ് മാറ്റൽ ആരംഭിച്ചു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിൽ തണ്ണീർത്തടം മണ്ണിട്ട് നികത്താൻ ആരംഭിച്ചിട്ട് നാട്ടുകാർ ഇടപെട്ടിട്ട് ഇതുവരെയായും പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനായില്ല. തണ്ണീർത്തടം നികത്തൽ ഇനിയും തുടർന്നാൽ പ്രദേശത്തെ 2 പഞ്ചായത്തുകൾ ദുരിതത്തിലാവും. ഈ ഇരിങ്ങാടൻപള്ളി മെഡിക്കൽ കോളേജ് കോവൂർ അവിടെ നിന്നൊക്കെ വരുന്ന വെള്ളം ഈ ചേവരമ്പലം വഴി നേരെ ഇതിലെ ഒഴുകിയിട്ട് ഈ തൊട്ടടുത്തുള്ള ചമ്പ്രത്തോട് ചുല്ലൂട് തോട് അതിലൂടെ തന്നെ കനാലിലേക്ക് പോകുന്നത് എല്ലായ്പ്പോഴേക്ക് എത്തുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഈ ഒരു ഭാഗം പൂർണ്ണമായിട്ട് അടയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഹൈവേയുടെ കിഴക്ക് ഭാഗം ചേരമ്പലം പ്രദേശം പൂർണ്ണമായും വെള്ളക്കെട്ടിലാവുന്നൊരവസ്ഥ വരും. വലിയൊരു എന്താ പറയുക, നഗരത്തകത്ത് വലിയൊരു ദുരിതം ഉണ്ടാകുന്ന രീതിയിലുള്ള അവസ്ഥ സൃഷ്ടിക്കും. എന്തായാലും ഈ മണ്ണെടുത്ത് മാറ്റണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യം. അതിനുള്ള നടപടി അവർ മണ്ണെടുത്ത് മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. അത് പൂർണ്ണമായും മാറ്റണം എന്നുള്ളതാണ്. ഇത് ഇത്രയും മണ്ണിടാനുള്ള ഒരു ധൈര്യം ഈ സ്ഥലം ഉടമകളും അതുപോലെ തന്നെ ഈ റോഡ് കമ്പനിയും തമ്മിലുള്ള ഒത്താശയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇവർ മണ്ണ് ഇത്ര ധൈര്യത്തിൽ ഇത്രയും മണ്ണ് ഇട്ട് ഇവിടെ ഫില്ല് ചെയ്തിട്ടുള്ളത്. അതേസമയം മണ്ണെടുപ്പ് തടയുന്നതിനായി എത്തിയ CPIM ബ്രാഞ്ച് സെക്രട്ടറി പുഷ്പാധരനെ വാഹനമിടിപ്പിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചെന്നും പരാതി ഉയരുന്നുണ്ട്. ഈ JCB ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടിക്കാരനോട് അവിടെ നിർത്താൻ പറഞ്ഞേ. അപ്പോൾ അവൻ നിർത്താതെ നേരെ എൻ്റെ മേലേക്കാണ് വണ്ടി എടുത്തു പോയത്. ഞാൻ ചാടി കഴിച്ചിലായി. അപ്പോഴത്തെ പ്രദേശത്തുള്ള ആളുകളൊക്കെ വിവരം അറിയിച്ചതിൻ്റെ പേരിൽ ആളുകളൊക്കെ വന്നതാണ്. ഇത് നിരന്തരമായിട്ട് ഞങ്ങളിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രയാസമാണ്. ഇവർ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് മണ്ണ് കുറച്ച് ഇവിടേക്ക് എടുത്തിടും. പിന്നീട് ഇവരിങ്ങനെ കുറച്ച് രാത്രിയുടെ മറവിൽ ഈ പ്രദേശം ഇങ്ങനെ മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കുക. ഇതെന്ന് പറഞ്ഞാൽ ജലസ്രോതസ്സാണ്. കുടിവെള്ളത്തിന് ആശ്രയിക്കുന്ന ഒരു ജലസ്രോതസ്സാണിത്. ഇത് മണ്ണിട്ട് നികത്തി കഴിഞ്ഞാൽ വരുന്ന തലമുറക്ക് വരെ ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പ്രദേശത്ത് മണ്ണ് നീക്കാനുള്ള നടപടി ആരംഭിച്ചതായും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ കളക്ടർക്ക് കൈമാറുമെന്നും തഹസിൽദാർ പറഞ്ഞു. ഇപ്പോൾ അവർ മണ്ണെടുത്ത് മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ചധികം മണ്ണിട്ടതുകൊണ്ട് ഒരു 2-3 ദിവസം എടുക്കുന്നത് മുഴുവൻ മണ്ണെടുത്ത് മാറ്റണമെങ്കിൽ. അപ്പോൾ ഇനി അതിങ്ങനെ തുടരുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഒരു പ്രാവശ്യം നമ്മളിവിടുന്ന് 3 ടോറസൊക്കെ പിടിച്ചതായിരുന്നു. അതിൻ്റെ ഇപ്പോൾ അവരൊരു പകുതി ഫൈനെല്ലാം കൊടുത്തിട്ട് അവിടെ വണ്ടി ഇപ്പോൾ തൽക്കാലികം ഇതിൽ വെച്ചിട്ട് ഇറക്കിയതാണ്. നമ്മൾ കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്യുന്നല്ലോ, തീർച്ചയായിട്ടും റിപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇപ്പോൾ അവർ ചെയ്ത സംഭവം അവർ എടുത്ത് മാറ്റുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് പിന്നെ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒന്നും വേറെ ഒന്നും കരുതുന്നില്ല. അവർ മണ്ണെടുത്ത് മാറ്റിയില്ലെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ അതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ. മഴക്കാലം എത്തുന്ന സാഹചര്യത്തിൽ തണ്ണീർത്തടം നികത്തിയാൽ പ്രദേശം മുങ്ങിത്താഴുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.